വിവിധ ജുഡീഷ്യൽ കമ്മീഷനുകളെ നിശ്ചയിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ അതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെള്ളാനകളായിരിക്കുകയാണ് സർക്കാരിന്റെ പല ജുഡീഷ്യൽ കമ്മീഷനുകളും. ശ്രദ്ധ തിരിക്കാനും വിവാദങ്ങൾ വഴിതിരിച്ചു വിടാനുമായിരുന്നു പല ജുഡീഷ്യൽ കമ്മീഷൻ നിയമനങ്ങളും സർക്കാർ നടത്തിയത്. ചില കമ്മീഷൻ റിപ്പോർട്ടുകൾ കോൾഡ് സ്റ്റോറേജിലാകുമ്പോൾ മറ്റ് ചിലതിന് കാലാവധികൾ നീട്ടി നൽകുകയാണ്. ഇഡിക്കെതിരെ അന്വേഷണത്തിന് നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന് പലതവണ കാലാവധി നീട്ടി നൽകി. ജിജീഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ജുഡീഷ്യൽ കമ്മീഷനുകളും വെള്ളാനകളായി മാറുകയാണ്. സർക്കാരിൻ്റെ ചിലവിൽ ഇങ്ങനെ ഒരു ഓഫീസ് സംവിധാനം, PA, വാഹനം, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് ഇതിങ്ങനെ കാലങ്ങളായി തുടരുന്നു. ഈ ജുഡീഷ്യൽ കമ്മീഷനുകൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളാകട്ടെ അതൊക്കെ അടയിരിക്കുന്ന, സർക്കാർ തന്നെ ഫയലുകളിൽ അടയിരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. പല കമ്മീഷനുകളുടെയും സ്ഥിതി ഇതുതന്നെയാണല്ലേ? ഏറ്റവും ഒടുവിലായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു നിർദ്ദേശവും നടപ്പിലാക്കാത്ത പല കമ്മീഷനുകളും ഉണ്ടല്ലോ. ജിജീഷ് എന്തെല്ലാമാണ് ഈ കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, രാഖി, നമുക്ക് അടുത്ത കാലത്തുള്ള ചില ജുഡീഷ്യൽ കമ്മീഷനുകളെ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ജുഡീഷ്യൽ കമ്മീഷനുകൾ എല്ലാം തന്നെ അതൊരു പ്രഹസനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നതിനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടോ എല്ലാം തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനുകളെ പ്രഖ്യാപിക്കുന്നത്. പലപ്പോഴും ജുഡീഷ്യൽ കമ്മീഷനുകൾ എന്ന് പറയുന്നത് ഒരേ റിട്ടയർഡ് ജഡ്ജിമാർ തന്നെയായിരിക്കും വിവിധ കേസുകളുടെ ഭാഗമായി അതിൻ്റെ എല്ലാം ജുഡീഷ്യൽ കമ്മീഷനുകളായി മാറുകയും ചെയ്യുന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അനുകൂലമായ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്ന് ഉറപ്പ് ഉള്ള അത്തരത്തിലുള്ള ആളുകളെ നിരവധി തവണ കമ്മീഷനുകളായി നിയമിച്ച അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പല കമ്മീഷനുകളും അത് നോക്കുകുത്തികളാകുന്നു. ചിലത് പേരിനൊരു റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നടപ്പിലാകുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം എന്ന് പറയുന്നത് ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനുകൾ എങ്ങനെയാണ് പ്രഹസനമായി മാറുന്നു എന്നതിൻ്റെ. അന്ന് ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനെയാണ് 2021 മെയ് 7-ാം തീയതി ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനെ നിയോഗിക്കുന്നു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. അതിന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിയുന്നു, മുഖ്യമന്ത്രി കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളടക്കം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ കമ്മീഷന് പലതവണ കാലാവധി നീട്ടി നൽകി. 2021 ശേഷം ഇപ്പോൾ 2026 ആകുന്നു. നിരവധി തവണ 6 മാസവും 1 വർഷവും വെച്ച് കാലാവധി നീട്ടി നൽകിയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2025 മെയ് മാസത്തിലും ഈ കമ്മീഷന് കാലാവധി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കാലാവധിയും പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, കാരണം ആ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെയെങ്കിലും കേന്ദ്ര സർവീസിലുള്ള അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി സംഘടിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ പത്രപരസ്യം അടക്കം നൽകിയിട്ടും ആരും ഏതെങ്കിലും തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മൊഴി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. ഏതെങ്കിലും തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താനും ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിന് 88 ലക്ഷം രൂപയോളമായിരുന്നു 2023 മാത്രം സർക്കാർ ചെലവഴിച്ചത്. അതായത് ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷനുകൾ എങ്ങനെയാണ് വെള്ളാനകളായി മാറുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയായിരുന്നു. 88 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നു. അതിന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ ശമ്പള ഇനത്തിലെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നു. അത് 2023 ഒരു 3 വർഷത്തോളം മുമ്പുള്ള കണക്കുകൾ മാത്രമാണ്. പിന്നീടുള്ള കണക്കുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുവിട്ടിട്ടില്ല. അതെ, ജിജീഷ് പറയുന്നത് ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്ത് സംഭവം ഉണ്ടായാലും തൽക്കാലത്തേക്ക് ആ വിവാദമൊക്കെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ അടവ് നയം മാത്രമാണ് ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ. പോലും പഴയ റിപ്പോർട്ടൊക്കെ ചർച്ചയായി. പക്ഷേ അപകടത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ജസ്റ്റിസ് PS ഗോപിനാഥ്? അതായത് ഒരു നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയാണ് നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ഈ ഫയലിന്മേൽ അടയിരിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് തന്നെയാണ് ഈ വിമർശനങ്ങൾക്ക് കാരണവും. ഇനിയും വരും ഒരുപാട് കമ്മീഷനുകൾ, അല്ലേ?